നമസ്കാരം. വരാഹി മിറാക്കിൾസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ ശ്രമങ്ങളും വിജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അത്തരം വിജയം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ, എന്നാൽ ഏതെങ്കിലും തടസ്സങ്ങൾ നേരിടുകയോ അല്ലെങ്കിൽ ആ തടസ്സങ്ങൾക്ക് കാരണമാകുന്ന ആളുകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടുകയോ ചെയ്താൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനായി വരാഹി ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പൂർണ്ണ വിശ്വാസത്തോടുകൂടി വരാഹി ദേവിയെ പ്രാർത്ഥിക്കുകയും ദേവിയുടെ ഇനി പറയുന്ന ഈ അതിശക്തിയാർന്ന മന്ത്രം ചൊല്ലുകയും ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. തൊട്ട കാര്യങ്ങളെല്ലാം യാതൊരു തടസ്സവുമില്ലാതെ വളരെ സുഗമമായി നടക്കുന്നതിന് വരാഹി ദേവിയെ പ്രാർത്ഥിച്ച് ചൊല്ലേണ്ട അതിശക്തിയാർന്ന മന്ത്രം ഏതാണെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൊതുവായി വരാഹി ദേവിയെ പഞ്ചമി, അഷ്ടമി കൂടാതെ ചൊവ്വ, വെള്ളി, ഞായർ തുടങ്ങിയ ദിവസങ്ങളിലും വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളാണ്. പൂർണ്ണ വിശ്വാസത്തോടുകൂടി ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല. മാത്രമല്ല, ദേവിയെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നവരുടെ വീട്ടിൽ രാജരാജേശ്വരി സന്ദർശനം നടത്തുമെന്നും പറയപ്പെടുന്നു. ഇനി ഈ മന്ത്രം ചൊവ്വ, വെള്ളി തുടങ്ങിയ ദിവസങ്ങളിലും കൂടാതെ അഷ്ടമി, പഞ്ചമി, അമാവാസി, പൗർണമി തുടങ്ങിയ ദിവസങ്ങളിലും മന്ത്രജപം ആരംഭിക്കുവാൻ ഉത്തമമാണ്. അതുപോലെ തന്നെ ഈ മന്ത്രം ദിവസവും 27 തവണയാണ് ചൊല്ലേണ്ടത്. വൈകുന്നേരം 7 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയമാണ് ഈ മന്ത്രം ജപിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം. ഈ മന്ത്രം എവിടെ നിന്നും ജപിക്കാവുന്നതാണ്, ആർക്കും ജപിക്കാവുന്നതാണ്. അതായത് നിങ്ങൾ വീട്ടിലില്ല, ജോലി സ്ഥലത്താണ് എങ്കിലും നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് 27 തവണ ഭക്തിയോടുകൂടി ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ പുല, വാലായ്മ ഉള്ളവർക്കും മന്ത്രജപം ചെയ്യാം. ഇനി പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, നോൺ വെജ് കഴിച്ചു പോയി മന്ത്രജപം പാടുണ്ടോ എന്ന്. നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നിടത്ത് ഒരു വിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷം മാത്രമേ ഈ മന്ത്രം ചൊല്ലുവാൻ പാടുള്ളൂ എന്ന നിർബന്ധമില്ല. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ വീട്ടിലാണെങ്കിലും അതല്ല പുറത്താണെങ്കിലും നിൽക്കുന്നിടത്ത് നിന്ന് ഈ മന്ത്രം നിങ്ങൾക്ക് ഭക്തിയോടുകൂടി ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ യാതൊരു ആഗ്രഹവും അല്ലെങ്കിൽ ദേവിയോടെ യാതൊരു അഭ്യർത്ഥനയും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കേണ്ട ആവശ്യമില്ല. കാരണം യാതൊരു ആഗ്രഹവും പറയാതെ തന്നെ മന്ത്രം ചൊല്ലുമ്പോൾ അറിഞ്ഞു തന്നെ ദേവി നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കി തരുന്നതാണ്. അതിശക്തിയാർന്ന അത്ഭുത മന്ത്രം ഏതാണെന്ന് നോക്കാം. ഓം ക്ലീം ഉന്മത്ത ഭൈരവി വരാഹി നമഃ. ഓം ക്ലീം ഉന്മത്ത ഭൈരവി വരാഹി നമഃ. ഓം ക്ലീം ഉന്മത്ത ഭൈരവി വരാഹി നമഃ. യാതൊരു ആഗ്രഹവും മനസ്സിൽ സങ്കല്പിക്കാതെ, യാതൊരു പ്രതീക്ഷയുമില്ലാതെ വരാഹി ദേവിയിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ദേവി മാത്രമേ എനിക്ക് അഭയമുള്ളൂ എന്നൊരു പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി ദേവിയോടുള്ള സ്നേഹത്തോടുകൂടി വരാഹി ദേവിയുടെ ആ രൂപം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലി നോക്കൂ. ഉറപ്പായും തൊട്ട കാര്യങ്ങളിലെല്ലാം പൂർണ്ണ വിജയം നിങ്ങൾക്കൊപ്പമുണ്ടാകുന്നതാണ്. ഇതിലുപരി വരാഹി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതുമാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.